ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഷോ ടേസ്റ്റി ടെക് റൈറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു അതിഥിയായിട്ടാണ് വന്നത്. ഏകദേശം നമുക്ക് പറയില്ല, സ്വന്തം വഴി വെട്ടി വന്നവനാന്ന് പറഞ്ഞ പോലെ 20 ലക്ഷം യൂണിറ്റ് വിറ്റ ഒരു കാറിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നത്. ഓൾമോസ്റ്റ് നമ്മളെ ഹോട്ട് സെഗ്മെൻ്റ് ആയ സ്വിഫ്റ്റിൻ്റെ ഒക്കെ സെഗ്മെൻറ്റിൽ ബീറ്റ് ചെയ്തിട്ട്, വേണമെങ്കിൽ സ്വിഫ്റ്റിനെയൊക്കെ കുറച്ച് ബീറ്റ് ചെയ്തിട്ട് സ്വന്തം ഒരു നിലനിൽപ്പ് ഉണ്ടാക്കിയൊരു ആളാണ് നമ്മുടെ ഗ്രാൻഡ് i10 ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ യൂസർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസറെ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോഴും ഇതിന് വേർത്താണോ, ഇത് എന്തുകൊണ്ടാണ് എടുത്തത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താ, എത്ര കിലോമീറ്റർ ഓടി, എന്നാണ് എടുത്തത്, അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം. അവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് അറിയാം കേട്ടോ. ഇതാണ് നമ്മുടെ യൂസർ കേട്ടോ. നമുക്ക് യൂസറെ ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. നിതീഷ് എന്നാണ് പേര്. വെൽക്കം ടു ഷോ. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ കാർ നമുക്കിന്ന് ചെയ്യാമെന്ന് തന്നതായിരുന്നു. അപ്പോൾ നമുക്ക് കാറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. നിതീഷ്, ഇത് ഏതാ കൊല്ലം വണ്ടി എടുത്തത്? നമ്മളിപ്പോൾ ഏകദേശം 2 years ആയി. ഓൾമോസ്റ്റ് 2 years ആയി. എനിക്ക് തോന്നുന്നു 23 ജൂലൈയിൽ എടുത്താണ്. ഓക്കെ, 23 ജൂലൈയിലാണ് വണ്ടി എടുത്തത്. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാം, ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിണ്ടായിരുന്നു? ഓൾമോസ്റ്റ് 9,000 കിലോമീറ്റേഴ്സ് ആണ്. നമുക്കൊരു ഭയങ്കര യൂസ് അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ഇല്ല. ഇടയ്ക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോകും, പിന്നെ ഇടയ്ക്ക് ഓഫീസിലേക്ക് എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ എന്റെ നാട് കണ്ണൂരാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇടയ്ക്ക് കണ്ണൂർ പോകാറ്, ഒരു ലോങ് ഡ്രൈവ്. അതാണ് നമ്മുടെ യൂസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വരുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അതാണ് ന്യൂസിലേക്ക് എത്തുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിക്കാം, ഇതിന്റെ കൂടെ വേറെ ഏത് വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? ഈ സെഗ്മെന്റിൽ വരുന്നത് പിന്നെ സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ കുറച്ചും കൂടി നോക്കിയാണ് ഇഗ്നിസ് വരുന്നത്. അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഫീച്ചേഴ്സും ആ പ്രൈസിന് കുറെ ഫീച്ചേഴ്സ് കൊടുക്കുന്നത് അങ്ങനെ പറയാം. കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. സ്വിഫ്റ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്റീരിയർ സ്പേസ് ഉണ്ട്, ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഫാമിലി കാർ നമുക്ക് വലിയ ഇതില്ല, ലോങ് ഡ്രൈവ് ഒക്കെ പോകാനാണെങ്കിൽ. പിന്നെ ഇന്റീരിയർ ആണെങ്കിൽ നല്ല പ്ലസന്റ് ആണ്. സ്വിഫ്റ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ്. പഴയ മോഡലായിരുന്നു, നോക്കുമ്പോൾ പഴയ മോഡലായിരുന്നു. ക്ലൈമറ്റ് കൺട്രോൾ ഇല്ല, അങ്ങനത്തെ ടച്ച് സ്ക്രീൻ ഇല്ല. ഇതേ പ്രൈസ് സെഗ്മെന്റിൽ വരുമ്പോൾ ടോപ്പ് പക്ഷേ ഈ ഒരു എനിക്ക് തോന്നുന്നു മോഡൽ ഏതായിരുന്നു? ഇത് സ്പോർട്സ് ആണ്, സെക്കൻഡ് വേരിയന്റ്. ഈ ഒരു വേരിയന്റിൽ അന്ന് ഫീച്ചർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റിലേക്ക് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കാണാനൊരു കോമ്പാക്ട് ലുക്ക് ഉള്ള ഒരു വണ്ടിയാണല്ലോ അല്ലേ? അർബൻ ഡിസൈൻ എന്ന് പറയാം. ഹുണ്ടായിന്റെ പുതിയൊരു ഡിസൈൻ ഫിലോസഫിയാണ് ഇതിന്റെ പേര്. എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഒരു അർബൻ ഡിസൈൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മാറ്റി അപ്ഡേറ്റ് ചെയ്ത് വന്ന മോഡലാണല്ലോ. അത് സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ള മോഡലാണ്. ഇതാണ് ലേറ്റസ്റ്റ് മോഡൽ. കാണാനും രസമാണ്. അപ്പൊ നമുക്കൊരു കോമ്പാക്ട് ആയിട്ട് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കളറും നല്ല ഹൈലൈറ്റ് കളർ. ചില ആംഗിൾ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറാണ്, പിന്നെ ബ്ലൂ കളർ ഷെയ്ഡ്, നല്ലൊരു കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് ഇപ്പം ലോങ് ഓടിക്കാനൊക്കെ കംഫർട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റൈഡിങ് കംഫർട്ടൊക്കെ ഓക്കെയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി സ്വിഫ്റ്റിൽ സ്റ്റിയറിംഗ് കുറച്ചും കൂടി ലൈറ്റ് ആണ്. ഓവർ സ്പീഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം ദൂരം ഒന്നും പോയില്ല, കണ്ണൂർ വരെ മാക്സിമം പോയിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊരു ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം, ചില ആൾക്കാർക്ക് ഈ ലൈറ്റുള്ള ഷെയറിംഗ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കസ്റ്റമർ. ഞാൻ മുന്നേ യൂസ് ചെയ്ത് വാഗണർ ആയിരുന്നു, അത് വെച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് തോന്നും. പിന്നെ ലേഡീസിനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും ടേൺ ചെയ്യാനൊക്കെ, വലിയ ആയാസമില്ലാതെ കൊണ്ടുനടക്കാന്ന് പറയാം. സിറ്റിയിലായാലും മെനവർ ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ. പിന്നെ ഒരു കോമ്പാക്ട് കാർ വേണം, പാർക്കിംഗ് ആയാലും നമുക്ക് സിറ്റിയിലേക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് പറയാം. ബെസ്റ്റ് ഓപ്ഷൻ വിത്ത് ഓൾ ഫീച്ചേഴ്സ്. അതന്നെ, നമുക്ക് ആ പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു ഹുണ്ടായി മാത്രമേ ഉള്ളൂ മാരുതി കമ്പയർ ചെയ്യുമ്പോൾ. ഒബ്വിയസ്ലി നമുക്കറിയാം ഹുണ്ടായി കിയാണ് നമുക്ക് സെഗ്മെന്റ് പൊളിച്ച് ഫീച്ചേഴ്സ് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ സർവീസും ഒക്കെയാണ്. അപ്പോൾ സർവീസ് കോസ്റ്റ് ഒക്കെ ഏകദേശം അറിയാം എത്രയാണ്? കറക്റ്റ് പറയുകയാണെങ്കിൽ 3000-4000 അങ്ങനെ നോർമൽ. സ്വിഫ്റ്റ് ആയാലും സുസുക്കി ഏത് വണ്ടിയാണെങ്കിൽ നോർമൽ സർവീസ്. ഹുണ്ടായിന് വേണ്ടി അറിയാലോ നമുക്ക്, എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സർവീസ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. പിന്നെ നമ്മളിപ്പം പെട്രോൾ മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം സിറ്റിയിൽ പറയുകയാണെങ്കിൽ 14-15 വരെയാണ്. ഹൈവേയിലൊക്കെ വരുമ്പോൾ 18 മാക്സിമം. പെട്രോൾ 1.2 സീരീസ് എഞ്ചിൻ. ടർബോ അല്ല, നോർമൽ പെട്രോൾ, നാച്ചുറൽ ആസ്പിറേറ്റഡ്.
അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും നേരിട്ട് നമുക്ക് നെഗറ്റീവ് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു? നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ലൈറ്റ് തന്നെ കൊണ്ട് പറയാം. ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ചില കേസിൽ ചില സെക്കൻഡ് ഗിയറിലൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ലാഗ് പോലെ തോന്നി. ചില RPM എത്തിക്കഴിഞ്ഞാൽ കയറി പോകുന്നുണ്ട് എഞ്ചിന്. പക്ഷേ ഒരു ഇനീഷ്യൽ ഒരു ലാഗ് ഉള്ള പോലെ എഞ്ചിന് ഒരു പവർ കിട്ടാത്ത ടർബോയിൽ അത് ഉണ്ടാവില്ല തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തില്ല, ടർബോ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ എനിക്കൊരു ഓവർടേക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഒരു ലാഗ് പോലെ തോന്നും. പിന്നെ ഒരു സർട്ടൻ RPM എത്തിക്കഴിഞ്ഞാൽ വണ്ടി കയറി പോകുന്നു. അതൊരു ചിലപ്പോൾ ഹൈവേയിലൊക്കെ ഉള്ള സിറ്റി യൂസിനുള്ള വണ്ടി ആയതുകൊണ്ടായിരിക്കാം. ചില സമയത്ത് ഓവർടേക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ, അല്ലാണെങ്കിൽ ഓക്കെയാണ്. വേറെ അങ്ങനത്തെ കാര്യപ്പെട്ട പ്രശ്നം ഇനീഷ്യലി ഒരു ബ്രേക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. ചില സമയത്ത് ബ്രേക്ക് കിട്ടാത്ത പോലെ ഇഷ്യൂ ഉണ്ടായി. പക്ഷേ അത് സർവീസ് കൊണ്ട് കൊടുത്തപ്പോൾ ബ്രേക്ക് ഒക്കെ ഊരിയിട്ട് ഒരു ടൈറ്റ് ചെയ്തപ്പോൾ ഓക്കെ സർവീസിൽ തന്നെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സർവീസും ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഇഷ്യൂ പറഞ്ഞാൽ അത് ഫിക്സ് ചെയ്ത് തരുന്നുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് കുറച്ച് റൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞുതരാം നമുക്ക്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് പിയാനോ ടച്ച് ഉള്ള ഒരു ഇന്റീരിയർ കൊടുത്തേക്കാണ്. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇതിന്റെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. വയർലെസ് അല്ല, വയർഡ് ആണ്. പിന്നെ ഒരു ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഓക്കെ, നമുക്ക് താഴേക്ക് വരുമ്പോൾ AC കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളാണ്. ഓക്കെ, പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്റീരിയർ ഒരു ഫ്രഷ് ലുക്ക്. സത്യം ഒരു വേറെ, ഞാൻ സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. വൈറ്റ് കളർ പ്ലസന്റ് ആണ്. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ വരുന്നത് ടയർ പ്രഷർ മോണിറ്റർ ഉണ്ട്. ടയർ പ്രഷർ മോണിറ്ററും ക്രൂസ് കൺട്രോൾ. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇൻബിൽഡ് ആയിട്ട് വരുന്നത് ഇവിടെ ഇതിലൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നത്. സ്വിഫ്റ്റും ഞാൻ കണ്ടിട്ടില്ല. ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ഇതിലുണ്ടോ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. USB സെപ്പറേറ്റ് ചാർജർ. പിന്നെ ഇതിന്റെ ടോപ്പിലാണെങ്കിൽ വയർലെസ് ചാർജറും വരുന്നുണ്ട്. വയർലെസ് ചാർജർ വരുന്നുണ്ട് ടോപ്പിൽ. ഇതിലില്ല, നോക്കുകയാണെങ്കിൽ ലൈറ്റ് ആണ്. നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അധികം നോയ്സ് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, നമുക്ക് എഞ്ചിൻ നോയ്സ് അങ്ങനെ കേൾക്കുന്നില്ല. പ്രൈസ് എത്രയാണ് അന്ന് എടുത്തപ്പോ? ഏകദേശം പ്രൈസ് എക്സാക്ട് ഓർമ്മയില്ല, ഒരു 9 സംതിങ് ആയിട്ടുണ്ട്. മിഡിൽ വരുന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം 20 lakhs യൂണിറ്റ് വിൽക്കുന്നുണ്ട്. 20 lakhs യൂണിറ്റ് വിൽക്കാന്നുള്ളതിന് 5,000 പ്ലസ് വിൽക്കുന്നുണ്ട്. ഒരു സൈലന്റ് ഹിറ്റ് ആണെന്ന് പറയാം. എല്ലാവരും എനിക്കൊരു റോട്ടിൽ അത്രയും ഉണ്ട് വണ്ടി, ന്യൂസ് അത്രയും കാണാനും ഉണ്ട്. ഒരു എല്ലാവർക്കും പറ്റിയൊരു വണ്ടിയാണ്. ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പം നിതീഷ് ആർക്കാ സജസ്റ്റ് ചെയ്യാം? അപ്പം നമ്മളിപ്പം പറയുകയാണെങ്കിൽ വീട്ടിലൊരു ഓൾട്ടോ ഉണ്ട്, കുറെ കാലമായിട്ട് ഓൾട്ടോ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു അപ്ഗ്രേഡ് സ്പേസ് വേണം വീട്ടിലേക്ക്. എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിത് എടുക്കാൻ കാരണം മെയിനായിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി കുറച്ച് ചെറുതാണ്. എനിക്ക് I20 അതിന്റെ മുകളിലേക്കോ നോക്കി കഴിഞ്ഞാൽ കയറി വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വരുന്നത്. ഇത് ഈസി ആയിട്ട് കയറി വരും. ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ വഴിയൊരു പ്രശ്നമായിരിക്കും. സ്ഥലം പറഞ്ഞത് പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്ഥലം പറഞ്ഞ് വെസ്റ്റ് ഹില്ല് ബട്ട് റോഡ്. അത് മാത്രമല്ല ബീച്ചിന് തൊട്ടടുത്താണ്. അതായത് കോമ്പാക്ട് സൈസ് നിങ്ങൾക്ക് അറിയാലോ. ഇവിടുന്ന് പോകാനാണെങ്കിൽ ഇറങ്ങാനാണെങ്കിലുള്ള പിന്നെ പാർക്കിംഗ്. നമ്മളിപ്പോ ഓൾട്ടോ എന്നൊക്കെ വരുന്ന ഒരാൾക്കാരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കുറച്ചൊരു പ്രീമിയം നോക്കുക. പ്രീമിയം എന്നല്ല, എന്നാലും പ്രീമിയം എന്ന് പറയുകയാണെങ്കിൽ ഇന്റീരിയർ ഒക്കെ നല്ല പ്രീമിയം ആണ്. കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രീമിയം ഫീൽ തന്നെ കിട്ടുന്നത്. സ്പേസും ഉണ്ട്. ബാക്കിലെ സ്പേസ് ആണെങ്കിൽ നല്ല സ്പേസ്. ലെഗ് സ്പേസ് ആണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഒരു 5 people ഈസി ആയിട്ട് കൊണ്ടുവരും. സ്വിഫ്റ്റിലേക്ക് പോവാതെ, സ്വിഫ്റ്റ് അല്ലെങ്കിൽ മാരുതി താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് എന്തായാലും നമ്മൾ ഇത് സജഷൻ മാത്രമാണ്. നമുക്ക് ഇങ്ങനത്തെ ആൾക്കാർക്ക് എടുക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രമല്ലേ എടുക്കുള്ളൂ. സ്പേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഇതിലൊരു കാര്യം വരുന്നത്. ഏകദേശം അതാണ് നമ്മൾ വേറെ വണ്ടിയിലേക്ക് I20 അല്ലെങ്കിൽ വേറെ വണ്ടിയിലേക്കോ I20 എനിക്ക് ബേസോ സെക്കൻഡർ ബേസോ അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പോഴത്തെ പുതിയ സ്വിഫ്റ്റ് മോഡലിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അത് ഓടിച്ചു നോക്കാൻ തന്നെ. പിന്നെ അതിലൊരു ഡ്രോബാക്ക് വരാൻ 3 സിലിണ്ടർ ആണ്. ഇത് 4 സിലിണ്ടർ ആണ്. വൈബ്രേഷൻ ഒക്കെ കൂടുതലായിരിക്കും. നമ്മളൊരു സിറ്റിയിലാണ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇത്. അണ്ടർ 10 lakhs വരുന്ന മോഡലാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര വലുപ്പമില്ല. അപ്പൊ ലേഡീസ് ഓറിയന്റഡ് ആയ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഞാനിപ്പോ എടുത്താൽ മതിയെന്ന് വിചാരിക്കുന്നു. സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ സത്യം നമുക്ക് ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഓടിച്ചു നോക്കിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നമില്ല. ലാഗ് പിന്നെ എല്ലാ ഉണ്ടാവും. പിന്നെ ഈ 10 ലക്ഷത്തിന് താഴെ MT കിട്ടുന്നുള്ളൂ. പിന്നെ ഓപ്ഷൻ ഇഗ്നിസ് ആണ്. എനിക്ക് തോന്നുന്നു ഇഗ്നിസ് ഇപ്പൊ അത്ര അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഒബ്വിയസ്ലി അപ്പൊ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഓരോരാളെ പെർസ്പെക്റ്റീവിലാണ് നമുക്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതാണ്. അപ്പൊ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം വണ്ടി കൺഫേം ആയി. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് സജഷൻ മാത്രമേ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പറ്റൂല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഹുണ്ടായി വണ്ടി സ്വന്താക്കാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഹുണ്ടായി വണ്ടി സ്വന്താക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദിസ് വൺ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.